നമ്മൾക്കറിയാം, നമ്മൾ നോൺ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ സൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് R⁻n വരുമ്പോഴത്തേനും നമ്മളെങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. സോ മേ ബി ഇറ്റ് ഈസ് ബെറ്റർ വി ഡു അനദർ ക്വസ്റ്റ്യൻ ടു ചെക്ക് ഇറ്റ് ഔട്ട്. Solve an minus 3an minus 1 is equal to 5 into 7⁻n. At first, let us check into the homogeneous solution. So the first one is to check the homogeneous solution. Homogeneous solution നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? an minus 3an minus 1 is equal to 0. an is equal to 3an minus 1. d ഇതിൽ നിന്ന് നമുക്ക് 3 ആണെന്ന് മനസ്സിലാവും. a0ൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? യെസ്, കൊടുത്തിട്ടുണ്ട്. ബൗണ്ടറി കണ്ടീഷൻ ഐ ഹാഡ് ജസ്റ്റ് സ്കിപ്ഡ് ഇറ്റ്, മിസ് ചെയ്തു പോയതാണ്. ഓക്കെ, ബട്ട് ഡോണ്ട് വറി, ബൗണ്ടറി കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്താണേലും തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ എഴുതിയപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഇനി വി നോ ദാറ്റ് ദ ഫൈനൽ സൊല്യൂഷൻ ഇസ് an h is equal to a d raised to n. What is a? That is a0. a0 is given in the question. So it will be 2 3 raised to n. Keep it as 1. നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തത് പെർട്ടിക്കുലർ സൊല്യൂഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേനും ലെറ്റ് us check what our RHS is offering us. 5 into 7 raised to n. സോ 5 into 7 raised to n സമയത്ത് ഇതെങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത് നമുക്ക് ആ ഫോർമുല ഷീറ്റ് ഒന്ന് നോക്കാം. സോ ഫോർമുല ഷീറ്റിൽ എന്താണ് പറയുന്നത്? ഇത് ഈ ഒരു സംഭവമാണ്. 5 into 7 raised to n എന്ന് പറയുന്നത് again ഇതൊരു കോൺസ്റ്റൻറ്റ് ഇതാണ്. ഈ സംഭവം R⁻n തന്നെ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. സോ വാട്ട് ഇസ് ദാറ്റ് വി ആർ ഹാവിങ് വിത്ത് കറസ്പോണ്ടിങ് ടു ദിസ്? a into R⁻n, an into R⁻n, an squared into R⁻n. സോ അങ്ങനെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷന് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് a വരുന്നുണ്ട്, a r⁻n, n ar⁻n, n സ്ക്വയർഡ്, ഇത്രയൊക്കെയാണ് വരുന്നത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഇനീഷ്യലി സിൻസ് ആർ ഫംഗ്ഷൻ ഇസ് 5 into 7 raised to n, we are putting it as let it be b or else a ഉള്ളി. നമുക്ക് ആദ്യത്തെ ഇതെടുക്കാം. a into R⁻n എന്താണ്? 7 raised to. സോ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് ഫംഗ്ഷൻ f(n) നമുക്കിതാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഈ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ് us just substitute it to the main equation. a into ഫസ്റ്റ് വൺ ഇസ് n, പിന്നെ n-1 ആണ് വരുന്നത്. a into 7 raised to n minus 3a into 7 raised to n minus 1 is equal to 5 into 7 raised to n. നമുക്കിതിനെല്ലാം 7 raised to n കോമൺ എടുക്കാം. സോ a minus 3a by 7 is equal to 5. That's nothing but LCM എടുക്കുമ്പോഴത്തേനും 4a by 7 is equal to 5 വരും. a will be equal to 35 by 4. ഇനി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതാലോ. ANP is equal to 35 by 4 into 7 raised to n. Okay, അപ്പം now we are having our particular solution also, our homogeneous solution also. So let's write it as 2 into 3 raised to n plus 35 by 4 into 7 raised to n. സോ ഇതായിരിക്കും നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു എന്താണ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ്, ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ n greater than or equal to 2, suppose that there are n people at a party and that each of these people shakes hand only one time with all the other people and also no one handshakes with himself. Solve the recurrence relation. So let us assume that an is the total number of handshakes and n is the number of people. So ഇപ്പം ഒരു an
പ്ലസ് 1th പേഴ്സൺ വന്നു എന്നുണ്ടെങ്കിൽ അത്ര വരെയുള്ള ഹാൻഡ് ഷേക്ക് പ്ലസ് n നമ്പർ ഓഫ്, എന്ന് വെച്ചാൽ ഒരാൾ പുതിയതായിട്ട് വരുമ്പോഴത്തേനും എത്രയാണോ ആ സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്ക് പ്ലസ് ദ നമ്പർ ഓഫ് പീപ്പിൾ എക്സ്ക്ലൂഡിങ് ഹിംസെൽഫ്. ദിസ് വിൽ ബി ദി ഈക്വേഷൻ. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതൊരു റിക്കറൻസ് റിലേഷനാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇഫ് വി ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദി പ്രോപ്പർ ഫോം ഇറ്റ് വിൽ ബി an + 1 - an = n. What is this? This is nothing but a solution where you require both homogeneous and particular solution. So we can write the final solution an as anh + anp. നമുക്ക് ആദ്യമേ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേനും വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് an + 1 = an. d എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? 1 ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് d 1 ആണെന്നുള്ളത് കിട്ടി. ഇനിയിപ്പം നമുക്ക് അടുത്തത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ വി ആർ റൈറ്റിംഗ് ദ സൊല്യൂഷൻ ഹൗ ഇസ് ഇറ്റ് ഈസ് an = a of d⁻n. അപ്പം ഈ a എന്താണ്? a0 നമ്മൾ വിചാരിക്കും, പക്ഷേ അത് a0 അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, a0 നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് ഇവിടെ ഒരു ഹാൻഡ് ഷേക്കിംഗ് ആണ് നടക്കുന്നത്. ഹാൻഡ് ഷേക്കിംഗ് നടക്കുന്ന സമയത്ത് 2 ഇൻഡിവിജ്വൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ഷേക്കിലും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ അവർ ലീസ്റ്റ് കണ്ടീഷൻ ഹിയർ വിൽ ബി a2. ഇത് കൊടുത്തിട്ടില്ല, ഇത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ ബൗണ്ടറി കണ്ടീഷൻ. 2 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 1 ഹാൻഡ് ഷേക്ക് വിൽ ബി ദെയർ. അതാണ് a2 = 1 വരുന്നത്. സോ ഹിയർ വാട്ട് വി ആർ ട്രൈങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇസ് ദാറ്റ് a2 വിൽ ബി = 1. അതായത് n2 ആയിരിക്കുന്ന കേസിൽ നമ്മളുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി 1. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും വി ആർ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വാല്യൂ ഹിയർ. ഇത് നമ്മൾ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റ് സൊല്യൂഷൻസിലൊക്കെ ചെയ്ത പോലെ തന്നെ വി ആർ വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് ഹാഫ് ടു കം. ഇനി അടുത്തത് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദിസ് ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, വെയിറ്റ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് an = a × 1⁻n. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് a. ഇന്ന് വിൽ കീപ്പ് ഇറ്റ് ആസ് 1. നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷനിൽ നമുക്ക് കൊടുത്തേക്കുന്നത് n ആണ്. n നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യാറുള്ളത്? വി വിൽ ഡു ദി സബ്സ്റ്റിറ്റ്യൂഷന് നമ്മൾ വരുന്നത് n നമ്മൾ വന്നേക്കുന്നത് a1 n + a0 ആണ് നമുക്ക് ഫോർമുല ഷീറ്റിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി സെയിം തിങ്. a1 n + 1 + a0 plus minus a1 n minus a0 = n. ക്യാൻസൽ ആയിപ്പോയി. a1 n + a1 minus a1 n = n. a1 = n. No, that is not possible. ആ ഒരു കണ്ടീഷൻ പോസിബിൾ ആവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് അപ്പുറത്തിപ്പുറത്തും 0 ആയിട്ടാണ് വരുന്നത്. ലൈക്ക് ഇവിടെ 1 അപ്പുറത്ത് 0 ആയിട്ടാണ് വരുന്നത്. ദാറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു ഈക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ പുട്ടിങ് anp ആസ് n × a1 n + a0. നേരത്തെ നമ്മൾ ഇതാണ് എടുത്തത്, ഇതിൻ്റെ കൂടെ നമ്മളൊരു n കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹൗ വിൽ വി റൈറ്റ് ഇറ്റ്? n1 + a1 n1 + 1 + a0 minus n × a1 n + a0 = n എന്ന് പറയുമ്പോഴത്തേനും a1 n² + 2n + 1 plus a0 n plus a0 minus a1 n square plus minus a0 n is equal to n. നമുക്ക് ഇങ്ങനെ ഒരു ഈക്വേഷൻ കിട്ടി. വി ആർ നൗ ഗോയിങ് ടു ഈക്വേറ്റ് the coefficients of n square. From there we'll get that a1 is equal to a1. Coefficient of n എന്ന് പറയുമ്പോഴത്തേനും we get
2a1 is equal to 1, a1 is equal to 1/2. നെക്സ്റ്റ് നമ്മൾ n0 അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റൻസ് ഓൾ ദ കോൺസ്റ്റൻസിനെ നമ്മൾ ഈക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വി ഗെറ്റ് a0 is equal to -a, that is nothing but a0 is equal to -1/2. ഇപ്പം എല്ലാം കിട്ടിയില്ലേ നമുക്ക് a0ൻ്റെ വാല്യൂ കിട്ടി, a1ൻ്റെ വാല്യൂ കിട്ടി. അപ്പം ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ. ഓക്കെ, സോ നമുക്ക് ANP എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/2n minus 1/2 the whole into n. It's nothing but 1/2n square minus 1/2n. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇനി an എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? a പ്ലസ് 1/2n സ്ക്വയർ മൈനസ് 1/2n ആണ്. ഈ a നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? a2 is equal to 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. സോ a2ന് നമുക്ക് നോക്കാം. a പ്ലസ് 1/2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു 2. 1 is equal to a പ്ലസ് 2 ക്യാൻസൽ, 2 പ്ലസ് 1 3 ആണ് വരുന്നത്. പ്ലസ് അല്ല, അത് മൈനസ് ആണ്, സോറി. a is equal to 0. അപ്പം നമ്മുടെ therefore our final solution will be 1/2n square minus 1/2n. We can also write it as 1/2n into n minus 1 for n greater than or equal to 2. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാനൊന്ന് എന്താ സംഭവം ചെയ്തതെന്നുള്ളത് പറയാം. n ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ് നമുക്ക് 2 ഹാൻഡ് ഷേക്കുകൾ രണ്ട് ആൾക്കാർ വരുമ്പോൾ ഒരൊറ്റ ഹാൻഡ് ഷേക്കാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി നമുക്ക് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ A2 എന്താ നമുക്ക് കൊടുത്തിട്ടില്ല. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ബൈ അവർ സെൽഫ് ബിക്കോസ് വെൻ ദർ ആർ 2 പീപ്പിൾ വി ഗെറ്റ് 1 ഹാൻഡ് ഷേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്നും ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് എന്നും ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് അവർ ഈക്വേഷൻ ദാറ്റ് വി ഗെറ്റ്. ഫ്രം ഹിയർ ഓൺലി വി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ആൻ ഈക്വേഷൻ വിച്ച് റിക്വയർസ് ബോത്ത് ഹോമോജീനിയസ് ആൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ്ലി വി ആർ ടേക്കിംഗ് ദി ഹോമോജീനിയസ് സൊല്യൂഷൻ. വി ആർ നോട്ട് സോൾവിങ് ഫോർ അത് ഈ ഒരു ഹോമോജീനിയസും പർട്ടിക്കുലറിൻ്റെ കേസിലൊന്നും നമ്മൾ കോൺസ്റ്റൻസ് ഹോമോജീനിയസ് സോൾവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഇടാറില്ല. മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇറ്റ്സ് ബെസ്റ്റ് പ്രാക്ടീസ് ടു ഡു ഇറ്റ് ആഫ്റ്റർ യു ഫൈൻഡ് ബോത്ത് ദി ഹോമോജീനിയസ് ആൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ. നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സൊല്യൂഷൻ്റെ നമുക്ക് പർട്ടിക്കുലറിൽ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എററൊന്നും വരാണ്ട് കറക്റ്റായി പോയത്. പർട്ടിക്കുലർ സൊല്യൂഷൻ എടുക്കുന്നു, അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരെണ്ണം ട്രൈ ഔട്ട് ചെയ്തു, അത് ശരിയായില്ല. വി ടുക്ക് ദ നെക്സ്റ്റ് വൺ, സോൾവ് ചെയ്ത് നമ്മൾ കോൺസ്റ്റൻസിനെല്ലാം സോൾവ് ചെയ്ത് വി ഗോട്ട് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. അത് കഴിഞ്ഞാണ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് അവർ ഫൈനൽ സൊല്യൂഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്.